എല്ലാവരും എന്ത് പറയുന്നു? ഇന്ന് ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചേ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ കയറുന്ന സ്ഥലത്ത് കുറച്ച് ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടാണ്. കിഡ്സ് പ്ലേ ഏരിയയും കുറച്ചൊരു കുഞ്ഞ് ഗണപതി അമ്പലവും അങ്ങനെ കുറച്ച് ഗ്രൗണ്ട് പോലെ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ കിഡ്സ് പ്ലേ ഏരിയയുടെ തൊട്ടപ്പുറത്താണ് ആ കുഞ്ഞ് അവിടെ കാണുന്നതാണ് അമ്പലം. ഇവിടെ വന്നിരുന്ന നല്ല പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലോട്ട് കയറുന്നതിൻ്റെ എൻട്രൻസ്. അവിടെ ഒരു ചെറിയ ഏരിയ ഇങ്ങനെ ഷൂ റാക്ക് വെക്കാനും ഒക്കെ, പിന്നെ ഞങ്ങൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ കുറച്ചൊരു ചെറിയ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി, വെൽക്കം ടു അവർ ഹോം. ഇങ്ങനെ അകത്ത് കയറുമ്പം ഇതാ നമ്മുടെ ലിവിങ് ഏരിയ. ഇവിടെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വിളക്കൊക്കെ കൊളുത്തുന്ന അവിടെയാണ് വിളക്ക് കൊളുത്താനൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. പൂജാമുറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികളും ഇങ്ങനെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിമും പിന്നെ കിച്ചു അവിടെ എടുത്ത് കാണിക്കുക, അവൻ്റെ ടോയ്സും ഒക്കെ എടുത്ത് കാണിക്കുകയാണ്. ഇങ്ങനൊരു എൽ ഷേപ്പിലൊരു സോഫ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സോഫയുടെ ബ്ലാക്കും ഗ്രേയും കളറിലെ കളർ കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഈ സോഫ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ടി വി ഒക്കെ കാണും, ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇവിടെയൊക്കെ ഇരിക്കും. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഒരു ചെറിയ ഡൈനിങ് ഏരിയ കേട്ടോ. ചെറിയൊരു ടേബിളൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുവാണ്. അത്ര വലിയ സ്പേസ് ഒന്നുമല്ല, കുഞ്ഞൊരു സ്പേസാണ്. ഇവിടെ കുറച്ച് ഫ്രൂട്ട് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാവരും കുപ്പിയാണ് നിറച്ച് വെച്ചേക്കുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെറിയതായിട്ട് ഷെൽഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നതിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പം ഇവിടെ ഇങ്ങനെ ഇതാ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ സൈഡിലിങ്ങനെ വാർഡ്രോബൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ വാർഡ്രോബ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതാകുമ്പം ഞങ്ങളുടെ ഡ്രസ്സ് ഒക്കെ നന്നായിട്ട് വെക്കാം. ഈ കുഞ്ഞൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ സ്പേസ് ഒത്തിരി കുറവാണ്. സ്റ്റോറേജ് അപ്പോൾ ഒത്തിരി വേണം നമ്മൾ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഒരു വലിയ വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവിടെ ഫോട്ടോ ഒക്കെ കൊടുത്തൊരു വോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഇത് ഞങ്ങൾ 5 വർഷം മുന്നേ വാങ്ങിച്ച ഫ്ലാറ്റാട്ടോ. പിന്നെ ഇത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തന്നെ ബാത്റൂമാണ്. പിന്നെ ഇങ്ങോട്ട് ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മുടെ കിച്ചൺ. ഇതൊരു കുഞ്ഞ് കിച്ചണ്, കുഞ്ഞൊരു ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കിച്ചൺ. പിന്നെ വാട്ടർ പ്യൂരിഫയറൊക്കെ വെച്ചിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, കാരണം കുഞ്ഞൊരു അടുക്കള ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സൈഡിലൊരു നമ്മുടെ ഉള്ളിയും ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ. ഇതിനകത്തിങ്ങനെ മസാലകളും ഇങ്ങനെ ഒത്തിരി കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ ഇതിനകത്തൊരു അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ. നമുക്ക് കുഞ്ഞൊരു അടുക്കള ആയതുകൊണ്ട് തന്നെ ആവശ്യമുള്ള മാത്രം വയ്ക്കുന്നത് എപ്പോഴും നല്ലത്. ഒത്തിരി സാധനം ഉണ്ടെങ്കിലും വലിഞ്ഞു വാരിങ്ങനെ കിടക്കും. പിന്നെ ഇതാ നമ്മുടെ ബാൽക്കണി. ഇങ്ങോട്ട് പോകുമ്പം പണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് മാത്രമായിരുന്നു അവിടെ ഉള്ളത്, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം അവിടെ എല്ലാം കുറേ ബിൽഡിംഗ് ഒക്കെ ആയി. നമ്മുടെ തൊട്ടപ്പുറത്തെ സ്ഥലവും എന്തോ ബിൽഡിങ് വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഞങ്ങൾ പറയുക കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബാൽക്കണിയുടെ തൊട്ടപ്പുറത്ത് അടുത്ത ബെഡ്റൂമുള്ളത്. അവിടെ ഞങ്ങളൊരു വോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒരു വർക്ക് സ്റ്റേഷൻ പോലെ ചേട്ടനിന്ന് വർക്ക് ചെയ്യുന്നൊക്കെ അവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് നോക്കുമ്പം അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അതാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ വാർഡ്രോബൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ സൈക്കിളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കോമൺ ബാത്റൂം ഉള്ളത്.
വേണേ, തുറന്ന് കാണിക്കുന്നില്ല. കോമൺ ബാത്റൂം ഇതാ. പിന്നെ ഇവിടെ ഞങ്ങളൊരു ബാംബൂ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. അവനും ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കുവാണ്. ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു വീട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി, ബൈ.